ലീഡ് ക്യാരക്ടറിൽ വരുന്ന ഫസ്റ്റ് മൂവിയാന്ന് തോന്നുന്നില്ല. അതാണ് ചേച്ചി പറഞ്ഞ സ്പെഷ്യൽ എലിമെന്റ്. അതല്ലാണ്ട് ഉണ്ട്. അതെന്താ? ഒന്നുമില്ല, ബാക്കി പരിപാടി പാട്ട് കണ്ടിട്ട് പറഞ്ഞാ മതി. റംസാന്റെ പരിപാടി തന്നെ ഒരു പാട്ട് ഡയറക്റ്റ് അതാണ് ഞാൻ മാറ്റാന്ന് വിചാരിക്കുമ്പോ ഇത് പിന്നെ വേറെ കാര്യം ഞാൻ പറയാൻ വന്നതാണ്. നിങ്ങക്ക് മനസ്സിലായോ എന്താണ്? അത് ഞാൻ പറഞ്ഞ ഫിലിം പ്രൊഡക്ഷൻ എഴുതി കാണിക്കുന്നു. അത് മനസ്സിലായില്ല അല്ലേ? മുമ്പ് നീ പടത്തിന്റെ എല്ലാ കാര്യങ്ങളും ഞാൻ പറയില്ല. ഞാൻ ജസ്റ്റ് തിയേറ്ററിൽ പോയി കഴിഞ്ഞാൽ മനസ്സിലാവും അതെന്താ സംഭവം. തിയേറ്ററിൽ വെച്ച് മനസ്സിലാവും. ഓ, സിനിമയെ പറ്റിയാണല്ലേ? അല്ല, നേരത്തെ ഇവർ രണ്ടുപേരും പറഞ്ഞല്ലോ കഥ മനസ്സിലായില്ല. അപ്പൊ കേൾക്കുമ്പോ ബിബിന്റെ ഭാഗത്ത് തെറ്റെന്ന് വിചാരിക്കും. ഇപ്പൊ കറക്റ്റേ നീ പറഞ്ഞപ്പോ എനിക്ക് കഥ മനസ്സിലായില്ല. ചേട്ടാ, ഞാൻ നേരത്തെ കുറച്ചു മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഈ ഒരു വളരെ ലേറ്റ് ആയിട്ടാണ് ഈ സിനിമയിലേക്ക് വരുന്നത്. ഞാൻ ധീരൻ എന്ന് പറഞ്ഞ പടം അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് എന്നെ വിളിക്കുന്നത്. സ്ക്രിപ്റ്റ് വായിക്കാനുള്ള യാതൊരു സ്ക്രിപ്റ്റൊക്കെ അയച്ചു തന്നു. ഇവർ പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ഇങ്ങനെ കുറച്ച് വേറെ രീതിയിൽ അൽക്കുലത്തായിട്ടുള്ളൊരു സ്ക്രിപ്റ്റാണ്. ശരിക്കും പറഞ്ഞാൽ മനസ്സിലായ കഴിയുന്ന പറഞ്ഞാൽ എനിക്ക് വായിക്കാൻ പറ്റാത്തതുകൊണ്ടും അതിനുള്ള സമയം കിട്ടാത്തത് കൊണ്ടൊക്കെയാണ്. എന്നിട്ട് പെട്ടെന്ന് തന്നെ ഒരു 4 ദിവസം അതിന്റെ പാക്കപ്പിന് 4 ദിവസത്തിനുള്ളിൽ ജോയിൻ ചെയ്യണം എന്നുള്ള അവസ്ഥയിലായിരുന്നു. മൊത്തത്തിൽ സിനിമയായിരുന്നല്ലേ? ഇപ്പൊ ജങ്കാറ്, ധീരൻ, ഇപ്പൊ സാഹസം, ഇതെല്ലാം അടുപ്പിച്ചടുപ്പിച്ചായിരുന്നു. അപ്പൊ ഏറ്റവും അവസാനമാണ് സാഹസം വന്നത്. അപ്പൊ എന്റെ സാഹസം അതായിരുന്നു. ഇത് കാരണം ഇതൊന്നും വായിക്കാനുള്ള സമയം ആരെയും പരിചയമില്ല, ഒരാളെയും പരിചയമില്ല. ജീവി ഉണ്ടെന്ന് അറിഞ്ഞൂടായിരുന്നു. ജീവി ഏതോ ഒരു കാലഘട്ടത്തിൽ വർഷം ഉണ്ടെന്ന് അറിഞ്ഞൂടായിരുന്നു. വർഷം മെർച്ചിയുടെ സമയത്ത് പരിചയമില്ലേ? അത് വന്നപ്പോഴല്ലേ വർഷം ഉണ്ടെന്ന് അറിഞ്ഞത്. ഞങ്ങൾ ഒരു തവണ ജസ്റ്റ് കണ്ട് അത്രേ ഉള്ളൂ. പിന്നെ ഗൗരിയും റംസാനും ഞാൻ ഇത് സിനിമയിൽ മാത്രം കണ്ടിട്ടുള്ളൂ, നേരിട്ട് പരിചയമില്ല രണ്ടുപേരും. അപ്പൊ ഞാൻ ആകെപ്പാടെ ചോദിച്ചത് എന്റെ ക്യാരക്ടർ എന്താണെന്നുള്ളത്. എന്റെ ക്യാരക്ടറിന്റെ ഒരു സാധനമാണ്. ഞങ്ങളെല്ലാം IT പ്രൊഫഷണലാണ്. ഇദ്ദേഹം അല്ല. രണ്ടുപേരും. പിന്നെ സജിൻ ചെറുകയിൽ, ഹരി, ജയശ്രീ, സലീം. അപ്പോൾ ഞങ്ങൾ നടക്കുന്നു. അപ്പൊ എന്റെ ക്യാരക്ടർ കുറച്ച് ഹ്യൂമറുമായി ബന്ധപ്പെട്ട് ഉള്ളൊരു ക്യാരക്ടറായിരുന്നു. രസമായിരുന്നു ആ ക്യാരക്ടറൈസേഷൻ എന്നുള്ളതുകൊണ്ട് അത് മാത്രം മനസ്സിലാക്കിയുള്ളൂ. പിന്നെ ഈ പടം സ്പെഷ്യൽ ആയത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വന്നതിന് ശേഷം ആരെയും പരിചയമില്ല എന്നുള്ളത്. ഇവരാണ് സ്പെഷ്യലാക്കി ഈ പടത്തില്. നിങ്ങൾ അതായത് നിങ്ങളൊക്കെ. ഓക്കെ, ഞാൻ നേരത്തെ ചോദിച്ചാൽ പറഞ്ഞില്ല. റംസാനെ ഫസ്റ്റ് കണ്ടപ്പോ എന്താ വിചാരിച്ചേ? ഗൗരിയെ കണ്ടപ്പോ ഫസ്റ്റ് ഇപ്പോഴും ഗൗരി എന്ന് വെച്ചാൽ 96 ഗൗരിക്ക് ഒരുപാട് പേര്. പക്ഷെ ഗൗരി ഞാൻ കണ്ടപ്പോ എന്റെ മനസ്സിൽ വെച്ച് മുല്ലേ മുല്ലേ ആ പാട്ടാണ് മനസ്സിലാവുന്നത്. കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു പാട്ടാണ്. ഞാനത് കുറെ പ്രാവശ്യം കണ്ടിട്ടുണ്ട്. അതുപോലെ ഒരു സെക്കൻഡ് സോങ് ആവട്ടെ സന്തത സഖിയെ, അതാവാനുള്ള എല്ലാ പൊട്ടൻഷ്യൽ. അതെ, ഹരിശങ്കർ ചേട്ടനോട് ഞാൻ മെസ്സേജ് ചെയ്തപ്പോ ചേട്ടനും അതന്നെ പറഞ്ഞേ. സെക്കൻഡ് ടൈം കാമിനി കഴിഞ്ഞൊരു ഹിറ്റിനല്ല എല്ലാ ഒരു ഇതുണ്ട്. നിങ്ങൾക്ക് എന്തൊരു ഹിറ്റുകളാണ്. ഒരു സൈഡിൽ കൂടെ ഞങ്ങൾ ഓരം പിടിച്ചു പോകുന്നുണ്ട്. ഓക്കെ, ജിയോ ചേട്ടാ, ഇതില് ഏറ്റവും ആദ്യം ഈ സിനിമ സംസാരിച്ചതും ഒക്കെ ഞാൻ 21 ഗ്രാംസ് കഴിഞ്ഞിട്ട് ഞാൻ ബിബിനെ വിട്ടിട്ടേ ഇല്ല. പിന്നെ അടുത്ത പടം ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞത് ഹൈ ഞാനുണ്ട്. ഇവിടെ എല്ലാ ക്യാരക്ടേഴ്സും മാറിയും തിരിഞ്ഞും ഒക്കെ കാസ്റ്റിംഗ് ഒക്കെ സമയത്ത് എഴുതി വായിച്ച് എല്ലാ ക്യാരക്ടേഴ്സും മാറി ഓരോരോ ആക്ടേഴ്സിലേക്ക് പോകുന്നതും ഒക്കെ ഞാൻ കണ്ടോണ്ടിരിക്കുന്നുണ്ട്. അതില് റോണി റോണി എന്നുള്ള ക്യാരക്ടർ അപ്പൊ എന്നോട് ഇതിൽ റോണി എന്നുള്ളൊരു ക്യാരക്ടർ ആയിരിക്കും. കാണുന്ന അങ്ങനെ തോന്നും, ഒരു പാവം. അപ്പം ഇവരെല്ലാരും അതിനുശേഷം വരുന്ന. അപ്പം ലാസ്റ്റ് കറങ്ങി തിരിച്ചപ്പോൾ നമ്മൾ ഒരുപാട് കാസ്റ്റുകൾ ആദ്യത്തെ ഒരു വലിയ സ്കെയിലിൽ നമ്മൾ സംസാരിച്ചു. അപ്പോൾ അതിൽ കുറേ സമയം എടുക്കും എന്ന് പറഞ്ഞപ്പോൾ പിന്നെ അടുത്ത ഘട്ട സംസാരങ്ങളൊക്കെ ആയി. ചിലത് ചേരേണ്ടടുത്ത് വന്ന് ചേരുമ്പോൾ ഭയങ്കര മനോഹരമായിരിക്കും പറയത്തില്ല. അതേപോലെയാണ് ചേർന്നപ്പോൾ എല്ലാവരോടും ഒരു സ്ഥലത്ത് വന്നു അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഉള്ള ദിവസം ലൈക്ക് ഞങ്ങൾ 10 ദിവസം ക്ലൈമാക്സ് ഷൂട്ട് ചെയ്താ. ഈ 10 ദിവസം എന്ന് പറഞ്ഞാൽ അതാണ് ഞങ്ങള് എപ്പോഴും പറയും, ഞങ്ങൾക്ക് ഈ പടം സ്പെഷ്യൽ ആ 10 ദിവസം. ഞാൻ ഇവരെന്ന് പറഞ്ഞതില് ഇവര് മാത്രമല്ല വരുന്നത്. ഹരിയുണ്ട്, കാർത്തിക് ഉണ്ട്, സജിൻ ഉണ്ട്, അങ്ങനെ ഞാൻ ഒരു പരിചയക്കാരും ഇല്ലല്ലോ എന്ന് പറഞ്ഞു വന്ന ഒരു പടത്തിൽ ഒരു ലൈഫ് ടൈം ആയിട്ട് പരിചയക്കാരെ കിട്ടിയ ഒരു പടമായിരുന്നു. ഞങ്ങളൊരു 10 ദിവസം ആ ക്ലൈമാക്സ് ഷൂട്ടിന്റെ ഒരു 10 ദിവസം ഞങ്ങള് ഒരു കുടുംബം പോലെ ആയിരുന്നു എല്ലാവർക്കും. ഞങ്ങൾക്ക് എന്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ക്യാരവൻ
എന്ന് പറയുന്നൊരു നമ്മളൊരു വളവ് തിരിഞ്ഞു വരുമ്പം ഒരു റബ്ബറും കാട്ടില് 5-8 ക്യാരൻ. ഇതിൽ ഏതാ ഇപ്പൊ എന്റെ? ഞങ്ങള് പോയി 8ാമത്തെ കയറി. പിന്നെ കയറി ഒരു കാപ്പിയൊക്കെ കുടിച്ച് പിന്നെ പുറത്തിറങ്ങി. പിന്നെ ആ 10 ദിവസം ഞങ്ങൾ എല്ലാവരും ഒരു ക്യാരവനകത്ത് ഊനോ കളി, പിന്നെ ഭക്ഷണം കഴിക്കല്. പിന്നെ അവിടെ ഞങ്ങള് കുറച്ചുപേര് അവിടെ ഉണ്ടായിരുന്നു. അല്ലെ, ഞങ്ങള് കുറച്ചുപേര് അവിടെ ഉണ്ടായിരുന്നു എന്നുള്ള കയ്യൊപ്പ് ഞങ്ങൾ അവിടെ ഇട്ടിട്ടാ പോയത്. അതെന്താടാ? മൊത്തം അലമ്പായിരുന്നു. മനസ്സിലായില്ലെങ്കിലും ഞാനങ്ങ് പ്രമോഷനും ഷൂട്ടൊക്കെ കാരണമാണ് ചേട്ടൻ ബാലി പോവാണ്ടിരുന്നേ. അതെ, അതുകൊണ്ടല്ല. പറഞ്ഞ സോളോ പ്ലാൻ ചെയ്ത് ഒഴിവാക്കി. എല്ലാ ദിവസവും കണ്ടോണ്ടിരിക്കല്ലേ, ഞാൻ രക്ഷപ്പെട്ട് 10 ദിവസം പോകും. ഞാൻ പറയും യെസ് ബാച്ചലർ ലൈഫ് എൻജോയ് എന്ന് പറഞ്ഞപ്പോഴാണ് കറക്റ്റ് ആയിട്ട് ആ 12 ദിവസം പ്രൊമോഷൻസും ഷൂട്ടുമായിട്ട് പോയി. സന്തോഷമായി. രാഗിട്ടാന്ന് തോന്നുന്നു പോയത്. ഞാൻ പറഞ്ഞ ഐലൻഡിൽ പോയിട്ടുള്ളൂ. ഇല്ല, നല്ല ഐലൻഡ്. ശബരി ചേട്ടൻ ശരിക്കും നമ്മൾ തമ്മിലൊരു കോമൺ എലമെന്റ് ഉണ്ട്. ചേട്ടൻ MSലല്ലേ പഠിച്ചേ? ഞാൻ MSc മാർബിളി. ഞാനിപ്പോ കുറച്ച് നാൾ മുന്നേ പാസ് ഔട്ട് ആയിട്ടുള്ളൂ. കുറച്ച് നാളല്ല, 2-3 വർഷം. ചേട്ടൻ വരുന്നുണ്ടാ? സത്തമാ വെറുതെടാ. ഇപ്പം ചേട്ടനും കിച്ചു ചേട്ടനും അൽഫോൺസ് ചേട്ടനും നിങ്ങൾ എല്ലാവരും ആ ഒരു കോളേജിൽ പഠിച്ച ആൾക്കാരാണ്. സത്യം പറഞ്ഞാൽ നിങ്ങളുടെ അവിടുത്തെ ഒരു ഫ്രണ്ട്ഷിപ്പ് അല്ലേ നിങ്ങളുടെ സിനിമയിലേക്കുള്ള ഒരു ഇനീഷ്യൽ പുഷ്? അതെ. പിന്നെ ആ സമയത്ത് സിനിമയെ കുറിച്ച് ഉള്ള ചർച്ചകൾ മാത്രമായിരുന്നു. എങ്ങനെ സിനിമയിൽ കയറാം, എന്ത് ചെയ്യാം, എങ്ങനെ ചെയ്യാൻ പറ്റും. പഠിച്ചു കഴിഞ്ഞപ്പോൾ അൽഫോൺസ് ഞങ്ങൾ ഒരു വർഷം സീനിയർ ആയിരുന്നു. അപ്പൊ അവൻ ആദ്യം പഠിച്ചിറങ്ങി. ഞങ്ങൾ ഫൈനൽ ഇയർ ആയി കഴിഞ്ഞപ്പോഴത്തേക്കും അവൻ വന്നിട്ട് നമുക്കൊരു ഷോർട്ട് ഫിലിം ചെയ്യാം, നമുക്കൊരു ഇതെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു ഷോർട്ട് ഫിലിം പ്ലാൻ ചെയ്യാം. അത് തീർക്കാൻ പറ്റിയില്ല. അപ്പൊ ഇന്ന് അത് കഴിഞ്ഞിട്ട് സിനിമ എന്തെങ്കിലും ചെയ്യണം, എങ്ങനെയാണ് ചെയ്യുന്നത്, നമുക്ക് പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് അപ്ലൈ ചെയ്താലോ എന്ന് പറഞ്ഞിട്ട് ഞാനും അൽഫോൺസും തിരുവനന്തപുരത്ത് പോയി അതിന്റെ എൻട്രൻസ് എഴുതി. കിട്ടിയില്ല. പിന്നെ അടയാർ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് ട്രൈ ചെയ്തു. അവിടെ എന്തായാലും കിട്ടിയില്ല. അങ്ങനെ ഇരുന്നപ്പോഴാണ് അൽഫോൺസ് സ്കൂൾ ഓഫ് ഓഡിയോ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞ ഒരു ഓസ്ട്രേലിയൻ വേറോംബേ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അവിടുത്തെ അക്രഡിഷൻ ഉള്ള ഒരു ഇത് ലോകത്ത് പലയിടത്തും ഉണ്ട്. SAE എന്ന് പറയുന്നത് അത് ചെന്നൈയിലും ഉണ്ട്. അവിടെ ഇതുണ്ട്, ഡയറക്ഷൻ കോഴ്സ് ഉണ്ട്, ഡിജിറ്റൽ ഫിലിം മേക്കിംഗ് പറഞ്ഞ്. അവിടെ പൈസ കൊടുത്താൽ കിട്ടും. അങ്ങനെ അവിടെ ചെന്ന് DFM ചേരാൻ വേണ്ടി ചെന്നു. അപ്പൊ അവിടെ ചെന്നപ്പോൾ സ്കൂൾ ഓഫ് ഓഡിയോ എഞ്ചിനീയറിംഗ് ആണ് പ്രധാനം. അങ്ങനെ ഞാൻ ഓഡിയോ എഞ്ചിനീയറിംഗ് ചേർന്നു, അവൻ DFM ചേർന്നു. ഞങ്ങളപ്പോ ഒരുപാട് ബാച്ച്മേറ്റ്സ് സിനിമയിലുണ്ട്. ഓക്കെ. റംസാൻ ശരിക്കും നമ്മളെല്ലാവരും എനിക്ക് തോന്നുന്നു ആദ്യമായിട്ട് കാണുന്ന D4-ലാണ്. സത്യം പറഞ്ഞാൽ നമുക്ക് സിനിമയിലേക്ക് വരുമ്പോൾ നമുക്കൊരു ബേസ് ഉണ്ടെങ്കിൽ അത് ഭയങ്കര ഹെൽപ്ഫുൾ ആവും എന്ന് കേട്ടിട്ടുണ്ട്. D4 എത്രത്തോളം ആ ഒരു ബേസ് ആയിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് സിനിമയിലേക്ക് വരാനായിട്ട്? സിനിമയിലേക്ക് വരാൻ അല്ലെങ്കിൽ പോലും D4 ഡാൻസ് എന്റെ ലൈഫിൽ എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തൊരു റിയാലിറ്റി ഷോ ആണ്. കാരണം അതിന് മുന്നേ ഞാൻ 2 റിയാലിറ്റി ഷോയിൽ തോറ്റ് തുന്നം വഴി കുറച്ചാള് ഇനി റിയാലിറ്റി ഷോ ഒന്നും ചെയ്യേണ്ടെന്നൊക്കെ വിചാരിച്ചിരിക്കുമ്പോഴാണ് D4 ഡാൻസ് വരുന്നത്. അങ്ങനെ അത് ചെയ്തു. മറ്റ് റിയാലിറ്റി ഷോസിനൊക്കെ കൂടുതലും എഫേർട്ടും ടൈമും എല്ലാം അതിനുവേണ്ടി ഞാൻ കൊടുത്തു. ആൻഡ് അതിന്റെ വിന്നറായി കഴിഞ്ഞ ശേഷമാണ് കൂടുതലും സ്റ്റേജ് ഷോസും കൊറിയോഗ്രാഫീസും സിനിമയിലുള്ള കൊറിയോഗ്രാഫിയും കാര്യങ്ങളൊക്കെ വന്നു തുടങ്ങിയത്. സോ അങ്ങനെ എനിക്ക് സിനിമയായിട്ട് പിന്നെ ഒരു കണക്ഷൻ കിട്ടിയത്. പണ്ട് ചൈൽഡ് ആർട്ടിസ്റ്റ് ഒക്കെ ആയിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിനുശേഷം ഞാൻ പട്ടണത്തിൽ ഭൂതം അതായിരുന്നു ഫസ്റ്റ് പടം. ആ ഒരു ബ്രേക്കിന് ശേഷം പിന്നെ D4 ഡാൻസ് കഴിഞ്ഞു. D4 ഡാൻസിലൂടെ കൊറിയോഗ്രാഫീസ് കിട്ടി തുടങ്ങി. പിന്നെ ആദരാഞ്ജലി സോങ് ഞാൻ കൊറിയോഗ്രാഫി ചെയ്തു. പിന്നെയും പയ്യെ ഞാൻ ഫിലിമിലെ എനിക്ക് വേറെ അല്ലെങ്കിൽ പറയുന്നത് നമുക്കൊരു ബാക്ക് ബോൺ എന്നുള്ള രീതിയിൽ വേറെ ആളും ഇല്ല സപ്പോർട്ട് ചെയ്യാൻ ഈ ഫിലിം ഇൻഡസ്ട്രിയിലോട്ട് വരാനായിട്ട്. സ്വയം മറ്റുള്ളവരായിട്ട് ഓഡിഷൻസിന് പോകുന്നു, പരിപാടി, അങ്ങനെയുള്ള ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആൻഡ് ഞാൻ വേറൊരു റിയാലിറ്റി ഷോ ചെയ്തു, ബിഗ് ബോസ്. അപ്പോൾ അതെന്റെ ലൈഫിൽ ഞാൻ ചെയ്ത അബദ്ധമാണോ എന്ന് എനിക്ക് ആദ്യം ചിന്തയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ അത് ഇറങ്ങിയതിന് ശേഷമാണ് എന്നെ അമലട്ടൻ ഭീഷ്മപർവ്വതത്തിലേക്ക് വിളിക്കുന്നത്. അതിലൊരു ഡാൻസ് പെർഫോമൻസ് ആയിരുന്നു. പക്ഷെ അത് ഭയങ്കര വൈറലായിരുന്നു. അപ്പോൾ ഡാൻസ് അങ്ങനെ എനിക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ട്. പിന്നീട് അങ്ങോട്ട് ആഫ്റ്റർ രതിപുഷ്പം എഫക്റ്റ് ആയിരുന്നു. പിന്നെ ഒരുപാട് വേഷങ്ങൾ കുറച്ച് പരിപാടീസ് വന്നിട്ടുണ്ട്. കുറച്ച് പരിപാടീസ് വന്നിട്ടുണ്ടായിരുന്നു. അതിനകത്ത് സെലക്ട് ചെയ്ത് ഞാൻ അത് കഴിഞ്ഞ് റൈഫിൾ ക്ലബ് ചെയ്തു, ഓഫീസർ ചെയ്തു, പിന്നെ സാഹസം.